ഹായ്, ഞാൻ ജിൽഷാന. നമ്മളോട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അല്ലേ? പല സന്ദർഭങ്ങളിൽ. ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ യാത്ര പോകുന്ന സമയങ്ങളിലൊക്കെ നമ്മളോട് തന്നെ ഒരാൾ എന്തൊക്കെയോ പറയുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ? അത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് ഒരുപാട് കാര്യങ്ങൾ പല സന്ദർഭങ്ങളിലും പല ചിന്തകളിലൂടെ നമുക്ക് മുന്നിലൂടെ കടന്നു പോവാറുണ്ട് അല്ലേ? അതെന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. കാരണം നമ്മളെ ഫ്യൂച്ചറിലേക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് സെൽഫ് ടോക്ക്. നമ്മുടെ സെൽഫ് ടോക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമ്മൾ ചിന്തിക്കാം. കാരണം പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ഉള്ളവർക്കേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നെഗറ്റീവ് ടോക്ക് ഉള്ളവർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവരുടെ മുന്നിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കാം, എനിക്ക് എന്തൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ സെൽഫ് ടോക്ക് പോസിറ്റീവാണോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. പലർക്കും നെഗറ്റീവ്സ് ആയിരിക്കും വരുന്നത് അല്ലേ? നെഗറ്റീവായിട്ടുള്ള ടോക്ക് ആയിരിക്കും പലരുടെ ഉള്ളിൽ ഉണ്ടാവാം. കാരണം അവരുടെ ചുറ്റുപാടുകളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള ഓരോ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം അവരങ്ങനെ ആയിത്തീരുന്നത് അല്ലേ? ചിലപ്പോൾ നമ്മുടെ സൗന്ദര്യമായിരിക്കാം, നമ്മുടെ അറിവായിരിക്കാം, നമ്മുടെ ഹെൽത്ത് ആയിരിക്കാം. അതൊക്കെ കൊണ്ടായിരിക്കാം നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു സെൽഫ് ടോക്ക് നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ? പക്ഷേ നമുക്കത് മാറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. നിങ്ങൾ നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്യാം. എൻ്റെ മനസ്സിലുള്ള നെഗറ്റീവായിട്ടുള്ള ടോക്ക് എന്തൊക്കെയാണ്, ഞാൻ എന്നോട് പറയുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കാം. നെഗറ്റീവ്സിൽ നിന്ന് നിങ്ങൾ പോസിറ്റീവിലേക്ക് മാറ്റാം. ഇതെനിക്ക് ബുദ്ധിമുട്ടാണ്, ഇതെനിക്ക് പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ഇതെനിക്ക് ബുദ്ധിമുട്ടാണെങ്കിലും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഞാനിത് ചെയ്യും എന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാനിത് പഠിച്ചെടുക്കും എന്ന് ചിന്തിക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് എന്നിലുള്ള നെഗറ്റീവ്സ് അതൊക്കെ നമ്മൾ പോസിറ്റീവാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കും. അത് പെട്ടെന്നൊന്നല്ല, 1-2 ദിവസം കൊണ്ടൊന്നല്ല, കുറച്ച് സമയം എടുത്തിട്ടായാലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതിന് നമുക്കെല്ലാവർക്കും സാധിക്കും. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് കേൾക്കുന്നതിലൂടെ, നിരന്തരമായിട്ട് അഫർമേഷൻസ് ഒക്കെ കേൾക്കുന്നതിലൂടെ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. എന്ത് കാര്യവും എന്ത് ടെൻഷൻ വന്നാലും എനിക്കിതിനെ മുന്നോട്ട് കടക്കാനായിട്ട് പറ്റും, അത് മറികടക്കാൻ എനിക്ക് സാധിക്കും, എനിക്ക് ഞാൻ മാത്രം മതി, എനിക്ക് കഴിയും എന്ന് നിങ്ങളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.